ഹലോ ചിലപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൊരു സ്വാഗതം. അപ്പം ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത് ജയിലർ 2-ന്റെ റിയാക്ഷൻ വീഡിയോ ആണ്. നമ്മൾ നേരെ ജയിലർ 2-ന്റെ അനൗൺസ്മെന്റ് ടീസറാണ് ഇപ്പൊ നമ്മുടെ യൂട്യൂബിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു റിയാക്ഷൻ ഇറങ്ങിയിട്ട് 2 ദിവസമായി. പക്ഷെ എന്നാലും നമുക്ക് ആഗ്രഹം കൊണ്ട് ഭയങ്കര രസമാണ് ഞങ്ങള് കണ്ടു. വേറെ കാര്യം ഇപ്പൊ വന്നേ ട്രെയിലറെ ടീസറെ പടത്തിലേക്ക് മുമ്പേ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ ഭയങ്കര ഐഡിയയുമാണ് ഇതിനകത്തെല്ലാം. അത് സൂപ്പറാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു കോംബോ വെച്ചിട്ട് ഇവര് കഴിഞ്ഞ എല്ലാ വർക്കും ബീസ്റ്റിന്റെ വർക്ക് പോലും പടത്തിനെക്കാട്ടിലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കുന്നതുകൊണ്ട് അവർക്ക് അടിപൊളി കോണ്ടന്റ് നമ്മുടെ അടുത്തേക്ക് തരാൻ പറ്റുന്നുണ്ട്. നമ്മൾക്ക് ഒരു ഹൈപ്പ് കൊടുത്ത് നിർത്താൻ അവർക്ക് പറ്റുന്നുണ്ട്. അപ്പം ടീസർ ഒന്ന് കാണാൻ ഗോവയിൽ വെച്ചാ സംഭവം നടക്കുന്നതായിട്ടാ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. மறுபடியும் சைக்ளோனா திரும்பி கிளம்பி சென்னைக்கே போயிடலாமா? சைக்கிளானே சென்னையில தான் ஜி. அதனால தான் ஸ்டோரி டிஸ்கஷனுக்கு உங்களுக்கு கோவா கூட்டிட்டு வந்திருக்கேன் ஜி. அங்க மக்கள்லாம் என்ன ஜி பண்ணுவாங்க நம்ம இல்லாம? நம்ம இருந்தா என்ன பண்ணுவாங்களோ அதே தான் பண்ணுவாங்க ஜி. ഓഹോ അപ്പൊ ഓക്കെ. അത് കട്ട് ചെയ്തില്ല, ചിലപ്പോ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്തില്ല. ഇതിന് കോപ്പറേറ്റ് അടിക്കുന്നത് എനിക്ക് അറിയത്തില്ല. എന്തായാലും മ്യൂസിക് ചിലപ്പോൾ സൺ ടി വി കോപ്പറേറ്റ് അടിക്കും. കാരണം ഇവര് ഭയങ്കര വിഷയമാണെന്ന് പറയുന്നത്. അതെ അതെ. അതുകൊണ്ട് ഇവരെ ഈ ബ്ലാക്ക് കോമഡിയുടെ ആളാണല്ലോ ഈ പറയുന്ന നമ്മുടെ നെൽസൺ സാം. അതെ അതെ. അപ്പൊ എന്തായാലും നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പൊ ഇവര് സൈക്ലോൺ ആയത് കാരണം ചെന്നൈയിൽ നിന്ന് നേരെ ഗോവയിൽ വന്നിരിക്കുകയാണ് ഡിസ്കഷൻ വേണ്ടി. ബാക്കി കാണാം. ஜி உங்களுக்கு தான் நிறைய டைம் இருக்குல்ல ஜி, நம்ம இந்த டிஸ்கஷன் ஒரு few monthsக்கு அப்புறம் வச்சுக்க கூடாது? உங்களுக்கு என்ன ஜி வார ஏதாவது ஒன்று ரிலீஸ் பண்றீங்க, நமக்கு அப்படியா? கடைசியா என் படம் வந்ததுக்கு அப்புறம் 5 புயல் வந்துச்சு, ட்ரம்ப் திருப்பி வந்துட்டாரு. எனி டைம் ஓகே ஓகே ஓகே. ஒரு 5 minutes அப்படியே சைலண்டா மெடிடேட் பண்ணிட்டு யோசிப்போமா? மாட்டியாச்சு. மெடிடேட் பண்ணி மட்டும் അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇവർ ഗോവയിൽ എത്തിയിരിക്കുകയാണ്. എന്തൊരു സ്റ്റോറി കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു പരിപാടിക്ക് ഗോവയിൽ എത്തിയിരിക്കുന്നതായിട്ടാണ് ഇവര് നോക്കണം. ഒരു ചെറിയൊരു ഇതിന് പോലും ഇത്രയും കിടിലൊരു കോണ്ടന്റ് ആണ് അവർ സെറ്റ് ചെയ്യുന്നത്. ട്രംപ് പ്രസിഡന്റ് ആയിരുന്നു. അത്രയ്ക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത്. എറിഞ്ഞിട്ട് ഇതെല്ലാം ജയിലറിനകത്ത് കൂട്ടല്ല കേട്ടോ. വെടിയുണ്ട്. ഇത് ഉറപ്പ് കോപ്പറേറ്റാ. ഈ മ്യൂസിക് കണ്ട കോപ്പറേറ്റാ. ഒന്ന് കട്ട് ചെയ്ത്. അപ്പൊ ജയിലറിന്റെ ഒരു വൈബ് തന്നെയാണ്. അതായത് പുള്ളി രാവിലെ എണ്ണീക്കുന്നു വെടിവെക്കുന്നു. ജയിലറിൽ ഇത് തന്നെയാണ്. പുള്ളി ഒരു പരിപാടിയായിട്ട് കൊണ്ടു നടക്കുന്ന വെടി നേരെ നടക്കുന്നു വെടിവെക്കുന്നു. പക്ഷെ ഈ വെടിവെക്കലിനൊക്കെ അവര് ആ ജയിലറിൽ കൊടുത്തൊരു പഞ്ചുണ്ട്. അത് ഭയാനകമാണ്. മ്യൂസിക് ഒരു രക്ഷയില്ല. ഏറ്റവും കൂടുതൽ അവരെ സഹായിച്ച അനിരുദ്ധിന്റെ മ്യൂസിക്കാണ്. പിന്നെ എഡിറ്റും ഭയങ്കര ഹെവി ആയിരുന്നു. ഭയങ്കര എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വില്ലൻ വിനായകനും അടിപൊളിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഇത് മറിഞ്ഞിട്ട് ഡോറ് തുറക്കുമ്പോ രജനീകാന്ത് വണ്ടി അറിയുമ്പോ ഒത്തിരി വേറെ ലെവലില് സാധനമായിരുന്നു. ഭയങ്കര. അപ്പൊ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം. ലിഫ്റ്റിലൂടെ താഴെ പോകുന്നതാണ്. അല്ല കോപ്പറേറ്റ്. അപ്പൊ ഞങ്ങള് ഒന്ന് മ്യൂട്ട് ചെയ്താൽ കേട്ടോ. ഞങ്ങള് ചിലപ്പോൾ അത് വീഡിയോ ഇടുമ്പോഴേ കോപ്പറേറ്റ് അടിക്കുവാണെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യും മ്യൂസിക്കിന്റെ കേട്ടോ. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നു. ബാക്കി വീഡിയോയിൽ പോവാം. പാവക്കുട്ടി അല്ല. അവർക്ക് അറിയത്തില്ല എന്തുവാ സംഭവം. വില്ലന്മാരെത്തി. അതിലൊക്കെ ഇടിച്ചടക്കിയാ വരുന്നത് കേട്ടോ. സിഗ്നേച്ചർ മിസൈൽസ് എത്തി.
ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പാട്ട് കേട്ടോ. അതെ മൊത്തത്തില് എന്താ പറഞ്ഞ പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് അന്യായമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ തിയേറ്ററിൽ പോയി കാണുന്ന ആദ്യത്തെ പടം പേട്ട കേട്ടോ. ഞാൻ മുമ്പൊന്നും അങ്ങനെ പടമൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിക്കും ചെയ്ത് എന്തുവാ അത് ആലോചിക്കണം, 74 വയസ്സാണ് മനുഷ്യന്. പുള്ളി അങ്ങ് ഭരിക്കുവോ അങ്ങ് കയറി വന്നിട്ട്. ഈ ജനറേഷൻ സി ജനറേഷൻ ആൽഫ ഒക്കെ വന്നാൽ ഒന്നും കാര്യമൊന്നുമില്ല, പുള്ളി വേണം. അതെ 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 അൾട്രാ സ്ലോ തെറിക്കുന്നു 4 സൈഡ് ആൾക്കാർ. പ്രോമാക്സിലോ இதுவே பண்ணிடலாமே. അതെ അതെ. അപ്പം വെടിയും പുകയും പരിപാടിയൊക്കെയാണ്. ഓ എന്റെ മോനെ. അപ്പൊ നമ്മളെ ആരോ വിളിച്ചു. കുഴപ്പമില്ല, പറഞ്ഞോ. അപ്പൊ സൂപ്പർ സാധനമായിരുന്നു. അപ്പൊ ജയിലർ 2 അങ്ങനെ ജയിലർ 2 എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ കണ്ടിരിക്കുന്നത് ജയിലർ 2-ന്റെ അനൗൺസ്മെന്റ് ടീസറാണ്. അനൗൺസ്മെന്റ് ടീസർ അടിപൊളിയായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ രജനീകാന്ത് പറഞ്ഞൊരു വൈബാണ് പുള്ളി. എന്ത് വൈബ് എന്ന് ചോദിച്ചാൽ രജനീകാന്ത് വൈബ് എന്ന് പറയുന്ന വൈബാണ് പുള്ളി. പുള്ളി വന്നങ്ങ് ഭരിക്കുവോ. അതെ രജനി വൈബ്. വീഞ്ഞില്ലേ അങ്ങ് വീര്യം അതുപോലെ അടുത്തടുത്ത പരിപാടിയാണ് പിടിക്കുന്നത്. പക്ഷെ പുള്ളിക്ക് ഇതിനു മുമ്പ് ഒരു പടമുണ്ട് കൂലി, സുരേഷ് കനകരാജന്റെ. ആ പടം ഇതിലും ഭയങ്കര ടീമും ഒക്കെ ഉണ്ട്. IMDb-ലൊക്കെ എനിക്ക് തോന്നുന്നു 2025 എന്റെ തേർഡ് മോസ്റ്റ് വാണ്ടഡ് പടമായിട്ട് കണ്ടാ കിടക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ജയിലർ 2-ന് വേണ്ടി വെയിറ്റിംഗ് ആണ്. തിയേറ്ററിൽ പോയി നമ്മൾ ജയിലർ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ കഷ്ടപ്പെട്ട് കണ്ടതാണ്. കോയമ്പത്തൂർ പോയി കാണാം. അതെ ഇനി കുറച്ചുകൂടെ പഞ്ചുള്ള ഒരു സ്ഥലത്ത് പോകണം, മറ്റൊരു ഭാഗത്തേക്ക് പോകണം. അപ്പൊ എന്തായാലും ജയിലർ 2 നമുക്ക് എല്ലാവർക്കും പോയി തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഔട്ടർ പറഞ്ഞു. അപ്പൊ ഔട്ടർ ഉണ്ടോ? അടുത്ത വീഡിയോ കാണുന്നവരെ see you guys.